വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽ വഫ. എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് ഇപ്പോൾ ഡിസംബറൊക്കെ ഇങ്ങനെ തുടങ്ങി, തണുപ്പൊക്കെ കൂടി ദുബായിൽ ഇങ്ങനെ എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. ബിക്കോസ് ഓഫ് ദ വെദർ വൺ തിങ്, ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ദുബായ് ഇസ് ഓൾവേസ് ബിൽറ്റ് വിത്ത് 3 T's: ടൂറിസം ആൻഡ് ട്രേഡിംഗ് പ്ലസ് ടെക്നോളജി. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു മിനിസ്റ്റർ വന്ന ഒരേ ഒരു രാജ്യം UAE ആണ്. അതുകൊണ്ട് തന്നെ ദുബായ് ഈസ് ഓൾവേസ് ഓൺ ടോപ്പ് ഓഫ് ദ ടെക്നോളജി. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. അപ്പോൾ വിചാരിക്കും ഈ രണ്ടാൾക്കാരും ആരാണ് എന്താണെന്നുള്ളത്. ടോണിയെ നമ്മൾ ഒരു പക്ഷേ നിങ്ങളുടെ മുഖം കണ്ടിട്ട് പരിചയം ഉണ്ടാവില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഷോ എല്ലാ ദിവസവും നമ്മളുടെ ഷോക്ക് പിന്നിലിരുന്നിട്ട് ചക്രം തിരിക്കുന്ന ആൾ, എഡിറ്റ് ചെയ്യുന്ന ആൾ, അതിന് ഭംഗിയായിട്ട് നിങ്ങളിൽ എത്തിക്കുന്ന ആളാണ് ടോണി. വെൽക്കം ടു ദ ഷോ. അതെ, അതേപോലെ തന്നെ അശ്വതി, ബ്യൂട്ടിഫുൾ അശ്വതി ഈസ് ഓൾസോ എക്സ് ബാങ്കറാണ്. അതേപോലെ തന്നെ ടെക്നോളജിയെക്കുറിച്ചൊക്കെ നല്ല വിവരമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. വെൽക്കം ടു ദ ഷോ അശ്വതി. Thank you so much. Thank you, Munir. And it's so glad to be in your show. Especially we are talking about the most hot topic. Yes, AI. the hottest. Yes, the hottest actually. And you yourself being an entrepreneur, I think you have the most significant voice to talk about it and how it will influence on your business too. So very glad to be a part of it. Thank you so much for coming in. Thanks, Tony. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 1 വീക്കിൽ ഇപ്പം ഐ ഹാഡ് അറ്റൻഡഡ് 2 കോൺഫറൻസസ്. അതിനൊന്ന് AI ഇൻ എഡ്യൂക്കേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു 150+ യൂണിവേഴ്സിറ്റി, സിഡ്നിയും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ ഹെഡൊക്കെ വന്നിട്ടുള്ള വലിയൊരു കോൺഫറൻസ് ആയിരുന്നു. ആൻഡ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് എ സബ്ജക്ട് കോൾ AI ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് പാരൻസ്, കുട്ടികൾ, അതുപോലെ മാനേജ്മെൻറ്റ്, ഈ 3 ടീമാണ് ഈ AI ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. അപ്പോൾ ഈവൺ യെസ്റ്റർഡേ ഐ ഹാഡ് എ സെഷൻ അറ്റ് ദേറ പ്രൈവറ്റ് സ്കൂൾ. അവിടെ കുട്ടികളായിട്ട് ഒരു ഹൈസ്കൂൾ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ when I asked them how many of you are using ChatGPT എന്ന് പറയുമ്പോൾ എല്ലാവരും കൈവക്കി. എല്ലാ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഇപ്പോൾ എല്ലാവരും AI ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ് ഒരു വാസ്തവം എന്നുള്ളത്. മൊബൈലിന്റെ ലോകമല്ലേ, മൊബൈൽ തുറന്നാൽ തന്നെ എസ്പെഷ്യലി ഇപ്പൊ ടോണി ചെയ്യുന്ന പല ഷോകളിലും നിങ്ങൾ പല ട്രിക്കുകളും കാണാറുണ്ടല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ട്രിക്കുകൾ, അതിനുള്ള വെബ്സൈറ്റുകളും ഒരുപാട് വെബ്സൈറ്റുകൾ എന്നുള്ളതാണ്. ടൂൾസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഇങ്ങനെ അത്രയും ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. ആദ്യം ഇറങ്ങിയ സമയത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങിയ വെബ്സൈറ്റുകൾ പോലും ഇപ്പൊ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ഇപ്പോ I had a privilege to attend വേൾഡ് ഇ-കൊമേഴ്സ് ഫോറം. അതിന്റെ വലിയൊരു കോൺഫറൻസ് ആയിരുന്നു. ഇവിടുത്തെ വേൾഡിലെ എല്ലാ ടോപ്പ് അതിനകത്തും I was one of the speakers. അപ്പോൾ the thing is that അവിടെ ഉണ്ടായ ടോപ്പിക് തന്നെ മെയിൻ വിഷയം ഇതാണ്: AIന്റെ സിഗ്നിഫിക്കൻസ് ഇ-കൊമേഴ്സിൽ എങ്ങനെയാണ് വരിക, ഒരു ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പൊ സാധാരണ നമ്മള് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ കാണുന്നില്ലേ, നെറ്റ്ഫ്ലിക്സിൽ കുറച്ചു കാലം മുമ്പൊക്കെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് പോയാൽ നമുക്കൊരു സിനിമ കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തപ്പി പോകണം, നമ്മുടെ ഇൻട്രസ്റ്റിലുള്ള ഒരു സാധനം കാണണമെങ്കിൽ. ഇപ്പൊ നമ്മളൊരു ഫാമിലി മൂവീസാ കാണുന്ന ഒരാളെങ്കിൽ നമ്മൾക്ക് ആദ്യം തന്നെ റെക്കമെൻഡ് ചെയ്യുന്നൊക്കെ ആ ടൈപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കാണിക്കുമ്പം ദുൽഖർ സൽമാന്റെ ഒരു സിനിമ നമ്മൾ കാണുന്നെങ്കിൽ അത് അതിനോടനുബന്ധിച്ചിട്ട് ഇത് AIന്റെ പ്രവർത്തനമാണ്. അതായത് ഗിവൺ ഡാറ്റയും നമ്മുടെ ഹിസ്റ്ററിയും നോക്കിയിട്ട് അതിനെ മാച്ച് ചെയ്യുന്ന എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനം ഉണ്ടോ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം, എത്തിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള, ആക്ച്വലി ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. കാരണം നമ്മൾ AI എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. നെറ്റ്ഫ്ലിക്സ് പോലൊരു ചാനൽ നമുക്ക് എപ്പോഴും നമുക്ക് റെക്കമെൻഡഡ് ഇറ്റ് കംസ്. പക്ഷെ അതിലൊരു അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള AIന്റെ യൂസ് കേസ് ആണ് ഈ നെറ്റ്ഫ്ലിക്സിലുള്ളത്. പിന്നെ ഇപ്പോൾ വാട്സപ്പിൽ തന്നെ, അതേപോലെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പം ദ ബെസ്റ്റ് ഹോട്ടൽ ഇൻ ദുബായ് എന്നെ കാണും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചിന്ത എന്താണെന്നോ നമ്മൾ എന്താണോ ആലോചിക്കാൻ പോകുന്നതെന്ന് നേരത്തെ കണ്ടിട്ടാണ് അത് വരുന്നത്. അപ്പൊ അത്രമാത്രം നമ്മൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എ മെഷീൻ ഓർ എ പ്രോഗ്രാം ഓർ എ സോഫ്റ്റ്വെയർ വിച്ച് വിൽ ബി മിമിക്കിംഗ് ആസ് എ ഹ്യൂമൻ. ഒരു ഹ്യൂമനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മെഷീനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത്. ഇറ്റ് കുഡ് ബി എ പ്രോഗ്രാം, ഇറ്റ് കുഡ് ബി എ ഹാർഡ്വെയർ, ഇറ്റ് കുഡ് ബി എ മെഷീൻ, വാട്ട് എവർ
ആ ഒരു ഇതിനകത്തേക്ക് വരുന്നത് ഇപ്പോൾ റോബോട്ട്, The concept is ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ പ്രവർത്തിക്കാനും മനുഷ്യനെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കും എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ, ചിന്തിക്കാൻ എന്തായാലും പറ്റില്ല, ആ ചിന്തിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ChatGPT ഫോർ എക്സാമ്പിൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. ChatGPT നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അതല്ലാത്തൊരു കാര്യത്തെ ചോദിച്ചാൽ ChatGPT മനസ്സിലാക്കുന്നുണ്ട് ഓൾറെഡി ഈ ആള് നേരത്തെ ഇന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച ആളാണ്, അതിനെ വെച്ചിട്ടാണ് നമുക്ക് ആൻസർ തരിക. അതായത് ഇപ്പൊ ഞാൻ ഒരു ക്വയറി ChatGPT ഇട്ട് കഴിഞ്ഞാൽ 10 days കഴിഞ്ഞ് വരുന്ന ഒരു വേറെ ക്വയറിക്ക് അവര് ലിങ്ക് ചെയ്യും. അതാണ് അതിന്റെ ബ്യൂട്ടി. അപ്പൊ അതായത് നമ്മൾ എങ്ങനെയാണോ ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ എനിക്ക് അശ്വതി ഇന്ന ആളാണെന്നറിയാം, അശ്വതി പാട്ട് പാടും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് അറിയും. അപ്പൊ ഞാനിപ്പോ പരിചയപ്പെട്ടു, കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ അശ്വതിനെ കാണുമ്പോൾ എങ്ങനെയുണ്ട് ഡാൻസ് ഒക്കെ എന്ന് ചോദിക്കും ഞാൻ സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ അശ്വതി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് കണക്ട് ചെയ്യും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ. ഇതേപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും. അതായത് ഒരു ഡാറ്റ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ടാണ് ഇങ്ങനെ ഡെറൈവ് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ ചാലഞ്ച് എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് ഇത് അൺഎത്തിക്കലായിട്ട് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. എത്തിക്കൽ യൂസേജ് ഓഫ് AI ആണ് ഏറ്റവും വലിയ ടോപ്പിക്. ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലെടുത്താൽ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഇപ്പോൾ എല്ലാ അസൈൻമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഉപയോഗിക്കും. അപ്പോൾ ഒരു ഡിബേറ്റിംഗ് ടോപ്പിക് വന്നിട്ടുണ്ടായിരുന്നു ഈയിടെ. സലീം കുമാറിന്റെ ഈ തന്ത വൈബിലേക്ക് കൂടി വരുന്നൊരു സമയത്ത് ജെൻസിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നിങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, നമ്മളൊക്കെ പണ്ട് കണ്ടുപിടിച്ച ഫോണും അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഐ ഹാവ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിക്കോസ് അത് നമ്മളൊരു ഒരിക്കൽ കേൾക്കുമ്പോൾ അത് തമാശയാണെന്നും അദ്ദേഹം പറഞ്ഞത് കൊണ്ട് അതൊരു തമാശയായിട്ടും അതിന് അത് കാര്യമുള്ളൊരു തമാശ നമുക്ക് തോന്നുമെങ്കിലും മനസ്സിലുണ്ടാവും അത് ഇപ്പോഴും കാര്യമാണല്ലോ. പക്ഷേ അതിനെ കൊണ്ട് നമ്മളുടെ തലമുറയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പഴയ തലമുറയിലുള്ള ആൾക്കാർ പുതിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യം, പഴയത് ഫോളോ ചെയ്ത് നമ്മളിപ്പോഴും ആ ഫോണാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം പറഞ്ഞിരിക്കും. ഈ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോയതിന്റെ കുഴപ്പമാണത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ChatGPT അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ. അപ്പൊ ChatGPT നമ്മളെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർഷങ്ങൾക്ക് മുമ്പുണ്ട്, ലോങ് ഇയേഴ്സ് 1940s മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ChatGPT ആണ് ജനകീയമാക്കിയത്. അതായത് OpenAI എന്നുള്ള ഒരു കമ്പനി അവരുടെ ലോകത്തുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റിസർച്ച് ചെയ്യാനാക്കേണ്ട ഒരു കമ്പനിയാണ്. അങ്ങനെ അവർ ChatGPT 1, 2, 3 ഒക്കെ വന്ന് 3.5 എത്തിയപ്പോഴാണ് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ മോഡല് ഒരു യൂസ് കേസ് ആയിട്ട് ജനങ്ങളിലേക്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം, ഓപ്പൺ ഫോർ യു എന്ന് പറഞ്ഞ് വന്നതിന് ശേഷമാണ് AI എന്ന് പറയുന്നത്. അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ബാക്കി എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് OpenAI ആണ്, ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പാരൻ്റ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ഇപ്പോഴത്തെ AIൻ്റെ എല്ലാ മോഡലുകളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഈ OpenAI തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മുനീർ പറഞ്ഞു ഇപ്പം പല കോൺഫറൻസസ് യു ഹാവ് അറ്റൻഡ് വിച്ച് ഇസ് വേൾഡ് വൈഡ് ആൻഡ് എവറിത്തിങ്. അപ്പൊ ഇതില് ഇപ്പൊ അൺഎത്തിക്കലായിട്ട് നമ്മുടെ UAE അറിയാം, ഒന്നും അൺഎത്തിക്കലായിട്ടോ അല്ലെങ്കിൽ സ്കാം ഒന്നും പറ്റത്തില്ല. ദേ ഹോൾഡ് ഇറ്റ് ആൻഡ് ദേ ഹോൾഡ് ഇറ്റ് റിയലി ടൈറ്റ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ അൺഎത്തിക്കൽ യൂസേജിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോമാറ്റോ ഇവിടെ ഡിജിറ്റൽ യൂസേജിനെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്കെതിരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാൾ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത സംതിങ് റോങ് ആയിട്ട് പറഞ്ഞാൽ പോലും നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഓരോ രാജ്യത്തിന്റെയും ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ചട്ടക്കൂടിലാണ് ഇത് വരിക. അവരെന്താണോ ഇത് ഇപ്പൊ ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ ഒരു വോയിസിന്റെ ഒരു തുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ടൂൾസ് ഉപയോഗിച്ചിട്ട് എൻ്റെ ഫുൾ വീഡിയോ ഉണ്ടാക്കാം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു BJP നേതാവിന്റെ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ട് ഒരു മിനിസ്റ്റർ അയാൾ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ഒരു ക്യാമ്പയിൻ ഇപ്പൊ റീസെന്റ് ഇറങ്ങുന്നുണ്ട്. എല്ലാ സിനിമാ നടന്മാരുടെയും ഇതും വെച്ചിട്ട് നമ്മൾ മോർഫിംഗ് രീതിയിലുള്ള വീഡിയോസുകൾ ഇറക്കുന്നുണ്ട്. അപ്പൊ അതായത്
It's not morphing. It is with AI. നമ്മുടെ ലിപ്സ് മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് എഐയിൽ നേരത്തെ ഉണ്ടായ ഒരു ചാലഞ്ച് കണ്ണിന്റെ മൂവ്മെന്റ് ആണ്. അതുവരെ ഇപ്പൊ കറക്റ്റ് ആയി. അതായത് കണ്ണിന്റെ കൃഷ്ണമണി അനങ്ങില്ല, അതിന് മൂവ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു നേരത്തെ. അതുവരെ ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. ഇപ്പൊ ഇനി വരുമ്പോ നമുക്ക് അടുത്ത ഒരു പ്രേം നസീറിനെയോ പിന്നെ അല്ലെങ്കിൽ ഷീനയിലേക്ക് വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ കണ്ടായിരുന്ന ഒരു ഫോട്ടോ, പഴയ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ അവരെ വെച്ച് നടത്തിച്ച് ഒരു കറക്റ്റ് ഒരു വീഡിയോ ആക്കി എടുത്തേക്കുന്നത്. അത് അത്രത്തോളം മാറി. ദാറ്റ്സ് വെരി ട്രൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചാലഞ്ച് നേരിടുന്ന വലിയൊരു സമൂഹം എന്ന് പറയുന്നത് ബിസിനസ്സുകാരാണ്. ഓൺട്രപ്രണേഴ്സ് ഭയങ്കര ചാലഞ്ചാണ് നേരിടുന്നത്. കാരണം ഒന്ന്, ഇപ്പൊ നമ്മളൊരു 25 എംപ്ലോയിന്റെ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ രണ്ടാൾക്കാർ, ഒന്ന് ഈ 25 എംപ്ലോയീസിനും അതിൽ എഫിഷ്യൻസി കൂട്ടാനും അവരുടെ കോസ്റ്റ് കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യം, ജോബ് നഷ്ടപ്പെടും. അതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ആൾക്കാരുടെ ഒരു വലിയൊരു ത്രെട്ട് അതാണ്. അതായത് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഫേസ്ബുക്കിലേക്കുള്ള പിന്നെ നമ്മൾക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒരു ഡിസൈനർ വേണം. ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇത് വേണം. ഈ ആളില്ലാതെ തന്നെ ഒരാൾക്ക്, അതിൻ്റെ ഒരു ഓണർക്ക് തന്നെ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ, ഒരു 2-3 മണിക്കൂർ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചാലഞ്ച്. ഇത് പോലെയുള്ള സാധാരണക്കാരുടെ പണി അവിടെയാണ് ഞാൻ ദുബായിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് വെച്ചിട്ട് ഒരു കാര്യം പറയാം. ദുബായിൽ ഏതാണ്ട് 7 ലക്ഷത്തിലധികം കമ്പനികൾ രജിസ്റ്റേർഡ് ആണ്. സ്മോൾ സ്കെയിൽ ആൻഡ് ബിഗ് സ്കെയിൽ എല്ലാം കൂടിയിട്ട് അതിൽ മെജോറിറ്റിയും സ്മോൾ സ്കെയിൽ SME ആണ്. അതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഒരു ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് SME ആണ്. അപ്പം ഈ SME-ക്കകത്ത് വളരെ ചുരുങ്ങിയ ശതമാനം ആൾക്കാരാണ് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളൂ ആക്ച്വലി. Even in this century also you are saying there is still ദുബായെ പോലുള്ള നഗരത്തിൽ പോലും വളരെ കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. കാരണം ഒന്ന്, ഓൺട്രപ്രണേഴ്സിന്, പഴയ തലമുറയിലുള്ള ഓൺട്രപ്രണേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള അവഗാഹം വളരെ കുറവാണ്, അവയർനെസ് വളരെ കുറവാണ്. ഇപ്പം നിങ്ങളൊരു ലൊക്കേഷനിലുള്ള ഒരു 50 റെസ്റ്റോറൻറ്റുകൾ എടുത്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറാമയിൽ എത്ര റെസ്റ്റോറൻറ്റിന് അവരുടേതായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട്. നമ്മുടെ ചുറ്റും, നമ്മുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ എത്രയോ ഓഫീസസ് ഉണ്ട്. എത്ര ഓഫീസസിനാണ് ഒരു സജീവമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള പ്രസൻസ് ഓൺലൈനിലുള്ളത്? അവരതിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നില്ല. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളൊരു നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. നമ്മളെപ്പോഴും പറയുമ്പോഴും നമ്മൾ സ്വയം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. അതാണ്. അപ്പോൾ അവിടെ ഇപ്പൊ നമ്മൾക്കൊരു 100 ക്ലയൻസ്, ഒരു 5 ആൾക്കാരെ വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഒരു 100 കസ്റ്റമറെ നമുക്കിപ്പം ഇത് ചെയ്യാൻ പറ്റും. നോർമലി ഒരു 100 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 5 ഡിസൈനേഴ്സും അതുപോലെ ഇങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ ഈ 5 ആൾ വെച്ചിട്ട് എനിക്ക് 200-300 കസ്റ്റമറെ മാനേജ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു ദിവസം ഒരു ഡിസൈനർ 10 ഡിസൈൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഡിസൈനർ AI പഠിച്ചാൽ, AI ടൂൾ കൃത്യമായി പഠിച്ചാൽ അവന് ഒരു 50 ഡിസൈനർ ഉണ്ടാക്കാം, 50 പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ അത്രയും ക്ലയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റർ ചെയ്യാം. അത്രമാത്രം ബിസിനസ് മാർക്കറ്റിലുണ്ട്. സോ ത്രെട്ട് ജോബിൽ എന്ന് പറയുന്നത് ജോബ് നഷ്ടപ്പെടൂല. ബട്ട് ദാറ്റ് ഈസ് ദ പോയിന്റ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇതൊന്നും ചെയ്യില്ല, ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് ഡിസൈനറാണ്, ഐ ഡോണ്ട് യൂസ് ദ ടൂൾസ്, ഇതാണല്ലോ നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയുള്ളവര് എന്താവും, പ്രോബ്ലത്തിലാവും. വന്നതിന് ശേഷം ഇതുപോലെ ഒരുപാട് പേര് പ്രോബ്ലത്തിലായവരുണ്ടാവും. അല്ല, ടോണിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്ന് പറഞ്ഞാല് വളരെ സൈലന്റ് ആണ് ആള്. പക്ഷെ ക്യാമറക്ക് മുന്നിലെത്തിയാൽ ടോണിയുടെ രൂപവും ടോണി പറയുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ടിപ്സ്, ഒരുപാട് കാര്യങ്ങളാണ് ടോണി കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കാൻ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള യൂസ് കേസസ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഏറ്റവും ആവശ്യം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ AI തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു കമ്പനിയിൽ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പുതിയൊരു മെത്തേഡ് കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഇനേബിൾ ആക്കുക എന്നുള്ളതാണ്.
AI ഇനേബിളർ. ഇപ്പം എന്നെക്കുറിച്ച് ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ AI എക്സ്പെർട്ട് എന്നൊന്നും പറയില്ല. വി കോൺ സേ എക്സ്പെർട്ട് എന്ന് പറയുന്നത് അതെല്ലാം വേറൊരു ലെവലിൽ എത്തണം നമ്മൾ. അപ്പോൾ AI ഇനേബിളറാണ്. AI ഇനേബിളർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ ഏജൻസി, ഒരു യൂസ് കേസ്, ഒരു ട്രാവൽ ഏജൻസി നമ്മൾ എടുത്താൽ ആ ട്രാവൽ ഏജൻസിയിൽ ഒരു കസ്റ്റമർ സപ്പോർട്ടിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെയിൽസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അവിടെ ഓപ്പറേഷൻസിന് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, HR ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ ഫൈനാൻസിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. നോർമൽ കേസിൽ ഒരു SME സെഗ്മെൻറ്റിൽ വരുമ്പോൾ, അതായത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൽ വരുമ്പോൾ ഒരു 5 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇങ്ങനെ വരുന്നത്. ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് AI ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ചെയ്യുന്നതിൻ്റെ മിനിമം ഒരു 40% എങ്കിലും ബിസിനസ് കൂട്ടാൻ പറ്റും, എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫൈനാൻസിൽ ഒരു അക്കൗണ്ടൻ്റ് ആണ്. ഈ അക്കൗണ്ടൻറ്റ് നമുക്ക് ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ മാസത്തെ നവംബറിലെ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് കിട്ടി ഫോർ എക്സാമ്പിൾ. അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് 6 മാസത്തേക്കുള്ള ഒരു ഫോർകാസ്റ്റിംഗ്, ഒരു പ്രഡിക്റ്റീവായിട്ടുള്ള ഈ കമ്പനിക്ക് ഒരു ട്രേഡിംഗ് കമ്പനിയാണ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ പറഞ്ഞ ട്രാവൽ ഏജൻസി ആണെങ്കിൽ അടുത്ത 6 മാസം ഓക്കെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എത്ര പൈസ നമുക്ക് കൃത്യമായിട്ട് ചിലവാക്കണം, എത്ര സ്റ്റാഫ് നമുക്ക് ആവശ്യം വരും എന്ന് കഴിഞ്ഞ 2-3 മാസത്തെ ഡാറ്റ വെച്ച് കൊടുത്ത് ആ എക്സൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പറയാം ഐ നീഡ് ദീസ് തിങ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ എ സെക്കൻഡ് യു ഗെറ്റ് എ കംപ്ലീറ്റ് റിപ്പോർട്ട്. ഇത് ഒരു നോർമൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യണമെങ്കിൽ ഒരാഴ്ചത്തെ സമയം അവർ മിനിമം എടുക്കും, അതിനുള്ള കോസ്റ്റ് ഉണ്ടാവും, പക്ഷെ അവരുടെ ജോബ് പോവില്ല. പക്ഷെ ഇനി വരാൻ പോകുന്ന എല്ലാ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ എക്സ്പേർട്സും ഇതുപോലെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അവർ ഇപ്പോൾ ചെയ്യുന്ന 100 കസ്റ്റമർ ആണെങ്കിൽ അവർക്കൊരു 200-300 കസ്റ്റമറെ അവർ ചെയ്യാൻ പറ്റും അല്ലേ? ഈ എഫിഷ്യൻസിയാണ് നമ്മൾ കൂട്ടേണ്ടത്. ഇപ്പോൾ മുനീർ is yourself as an entrepreneur, so you have multiple businesses. അപ്പം എന്തൊക്കെ ബിസിനസ്സാണ് if I may ask? ഇപ്പോൾ നമ്മളത് IT ടെക്നോളജിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിലാണ്. സോഫ്റ്റ്വെയർ, ആപ്പ് ഡെവലപ്മെൻറ്റ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കമ്പനി ഉണ്ട്. നെതർ കമ്പനീസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ നമുക്കുള്ളത് എഡ്യൂക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ്. അതായത് വി ആർ ടൈങ് അപ്പ് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് ഈ മേഖലകളിലൊക്കെ ഇതിൽ നമ്മുടെ ഓഫീസിൽ ഒട്ടുമിക്ക കാര്യങ്ങളിലും AI ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കാൻവ മാജിക് അറിയാത്ത ആൾക്കാരില്ല. എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ്. പിന്നെ അടുത്തത് പിന്നെ നമ്മളൊരു ചെറിയൊരു ടാക്സ് കൺസൾട്ടൻസി, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. പിന്നെ പുതിയതായിട്ട് നമ്മൾ Daidu.ai എന്ന് പറഞ്ഞിട്ട് ഒരു AI ഒരു AI കമ്പനിയെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതായത് AI-യെ എങ്ങനെയാണ് ജനങ്ങളുടെ, അതായത് സാധാരണ ബിസിനസ്സുകാരന് ഒരു AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ ബിസിനസിന്റെ എഫിഷ്യൻസി കൂട്ടാം, ഡെവലപ്പ് ചെയ്യാം. കൺസൾട്ടൻസി ആണ് നിങ്ങൾ ചെയ്യുന്നത്? AI കൺസൾട്ടൻസി ഉണ്ട്. പിന്നെ നമ്മുടെ ഓൺ ചാറ്റ് ബോട്ട് ഉണ്ട്, AI ചാറ്റ് ബോട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഈ AI ചാറ്റ് ബോട്ട് നമ്മളുടെ നിങ്ങളുടെ ഒരു കമ്പനിക്ക് ആവശ്യമാണ്. അപ്പോൾ ചോദിക്കും എന്താണ് AI ചാറ്റ് ബോട്ടിന്റെ ബെനിഫിറ്റ്? ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ട്രാവൽ ഏജൻസിയാണ്, നമുക്കൊരു ഒരു ബൊട്ടിക് ആണോന്ന് വിചാരിച്ചു. ഓക്കെ, നല്ലൊരു അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഒരു ബൊട്ടിക് ഉണ്ട്. ഓക്കെ, ഒരു ബൊട്ടിക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ? ഗാർമെന്റ്സ്, നമുക്ക് സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. ടൈലറിംഗ് യൂണിറ്റ് ആണ്. വി ഹാവ് 2 tailors and they do stitching. That's it. ഓക്കെ, ഇനി ഈ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ കുറച്ചുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം അവർക്ക് നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. ഇപ്പം രാത്രിയിൽ ഒരു 12 മണിക്കാണ് അവർ ഇതിനെക്കുറിച്ച് ഓർക്കുന്നത്. ഒരു വർക്കിംഗ് വുമൺ, ഓക്കെ, ഒരു വർക്കിംഗ് വുമണിൽ സ്വാഭാവികമായിട്ടും വൈകുന്നേരം പകല് ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ വൈകുന്നേരം വന്നിട്ടാണ് അറിയേണ്ടത് ഈ ടൈപ്പ് സാധനം, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ഡു ബ്ലാ 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 എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ വെയിറ്റ് ചെയ്യണം, എന്നാലും നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. ഓക്കെ, ഗോ ടു ദ വെബ്സൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമുക്ക് ചാറ്റ് ബോട്ട് എനേബിൾ ചെയ്യാം. ഓക്കെ, വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ചെയ്യും നിങ്ങളുടെ ചാറ്റ് വിൻഡോ. അപ്പോൾ അവിടെ ചോദിക്കും ഹായ് ഹൗ ആർ യു അശ്വതി, വാട്ട് കാൻ ഐ ഡു. എത്രത്തോളം സേഫ് ആണ് ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ മാത്രം കൺട്രോളിലുള്ള ഒരു സാധനമാണ്. ഇതിനെ നമുക്ക് 2-3 തരത്തിൽ ചെയ്യാം. ഒന്ന്, ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ചാറ്റ് ബോട്ട്, അതിനകത്ത് വരുമ്പോൾ ചോദിക്കും വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ,
ന്യൂ സ്റ്റിച്ച് ഓർ ആർ യു കസ്റ്റമർ എന്ന് വെച്ചിട്ട് അവിടെ 1-2 ഓപ്ഷൻസ് വരും. ഓക്കെ, സോ ഐ ഗോ ഫോർ എ ന്യൂ പ്രൊഡക്റ്റ്. ന്യൂ പ്രൊഡക്റ്റ് കേൾക്കുമ്പോൾ വാട്ട് യു വാണ്ട് ടു ഡു, എന്താണ് സ്കേർട്ടാണോ അതാണോ എന്തൊക്കെയാണോ നമ്മൾ ഓപ്ഷൻസ് ഉള്ളത് അത് ചോദിക്കും. പിന്നെ രണ്ടാമതും പിന്നെ അതിൽ എത്രയാണ് സൈസ്, അങ്ങനെ ഒരു ഡ്രിൽ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ചാറ്റ് ബോട്ട്. ഇതിപ്പോൾ 24 hours നിങ്ങൾക്കൊരു കോൾ സെൻറ്ററിൽ ഒരാൾ വെക്കണമെങ്കിൽ നിങ്ങൾ എത്ര കാശ് കൊടുക്കണം? എത്രമാത്രം അവർ ഒരു 3 ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ 24 hours നമുക്ക് ഒരാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഡിസൈനിങ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള ചാറ്റ് ബോട്ട് ഡിസൈനിങ് ഇത് നമ്മൾ ട്രെയിൻ എന്നാ പറയാം, ട്രെയിനിങ് ദ ചാറ്റ് ബോട്ട്. അതായത് ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ muniralwafa.com ഒരു വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ മീ ദെയർ. അതായത് യു വിൽ ബി ടോക്കിംഗ് ടു ദ ടിൻ ഓഫ് മീ. എൻ്റെ ഒരു ഡിജിറ്റൽ ടിന്നിനെയാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അപ്പൊ അവിടെ സംസാരിക്കും, ഹായ് മുനീർ. അപ്പൊ ഞാൻ ചോദിക്കും വാട്ട് കൻ ഐ ഡു, യു വാണ്ട് എ കൺസൾട്ടൻസി ഓർ യു വാണ്ട് മീറ്റ് മീ ഓർ യു വാണ്ട് ടു ഹാവ് എ സെഷൻ വിത്ത് മീ ചോദിക്കുമ്പോൾ അവിടെ ഞാൻ സംസാരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ സാധാരണ ഒരാൾക്ക് വിചാരിക്കും ഇത് ഞാൻ മുനീറുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടി. അതിപ്പോ ട്രാവൽ ഏജൻസി ആണെങ്കിൽ ഇപ്പൊ അയാൾക്ക് രാത്രിയിൽ ഇതുപോലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടുമായിട്ടോ ഫാമിലി ആയിട്ടോ സംസാരിക്കുമ്പോൾ ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഒരു പ്ലാൻ ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ ചാറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചോദിക്കാം, ഓക്കെ ഐ വാണ്ട് ഗോ ടു ജോർജിയ. അപ്പോൾ അവിടെ ഓപ്ഷൻസ് വരും. അങ്ങനെ ഈവൻ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്താൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നുകിൽ നമ്മുടെ അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവർ അപ്ലോഡ് ചെയ്ത PDF ഫോമിൽ നിന്ന്, അതും അല്ലെങ്കിൽ GPT ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റിൽ എവിടെയെങ്കിലും പോയി തിരിച്ചു കണ്ടുപിടിച്ച് അവിടെ കാണിച്ചു കൊടുക്കും. ഓക്കെ, അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മെമ്മറിയിൽ ഇല്ലെങ്കിൽ പോലും അത് കറക്റ്റ് ആയിട്ട് അവിടെ എടുത്ത് നമ്മൾ GPT ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. നമ്മുടെ ചാറ്റ് ബോട്ടിൽ GPT ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ജോർജിയയിൽ ഇപ്പോൾ എപ്പോഴാണ് ഏറ്റവും നല്ല സമയം ടു ട്രാവൽ. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു വെബ്സൈറ്റ് ട്രാവൽ ഏജൻസി വെബ്സൈറ്റിൽ പോകുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്കിത് ചോദിക്കണം തോന്നുക. അപ്പോൾ നമ്മൾ GPT-യിലോ ഗൂഗിളിലോ ഒന്നും പോകാതെ അവിടെ തന്നെ ചോദിച്ചാൽ ഇത് GPT ഇൻറ്റഗ്രേറ്റഡ് ആണെങ്കിൽ അത് ഉടനെ ഏതെങ്കിലും ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റിൽ പോയിട്ട് അവിടുന്ന് എടുത്തുകൊണ്ട് അവിടെ കാണിക്കുകയും ചെയ്യും. അവിടെ അതിൻ്റെ സോഴ്സും കാണിക്കും, ദിസ് ഈസ് ഫ്രം ദിസ് വെബ്സൈറ്റ്. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ലൈഫിനെ ഈസി ആക്കാനുള്ള സംവിധാനമാണ്. അതിപ്പം ബാങ്കിങ് മേഖലയിലുണ്ട്, കോർപ്പറേറ്റ് ഒക്കെ വലുതായിട്ട്. നമ്മളിപ്പോ ഒരു ചെറിയ വെഹിക്കിൾ ഇൻഷുറൻസ് വേണോ എന്ത് വേണമെങ്കിലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ചാറ്റ് ബോട്ട്. ഇനി അത് no, I just want to ask one other question is that okay, this is there. അപ്പം നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഓർഗനൈസേഷൻ is teaching AI? നമ്മളുടെ മാസ്റ്റർ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പ് നമ്മുടെ മാസ്റ്റർ ക്ലാസ് ഓൺ GPT 2.5 മണിക്കൂർ നേരം നമ്മൾ ഇവിടുന്നാണ് അത് ഷൂട്ട് ചെയ്തത്, ലൈവ് പോയത് ലൈവ് ക്ലാസ് ആയിരുന്നു. അത് 2.5 മണിക്കൂർ നേരം കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് GPT ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങൾ എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വോയിസ് വരെ ഐ ഡോണ്ട് നോ വെദർ വി ക്യാൻ ലിസൺ ടു ദ വോയിസ്. ഇപ്പോൾ വോയിസ് വരെ നമുക്ക് ഇതിനകത്ത് നിന്ന് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ GPT എടുക്കുകയാണെങ്കിൽ but see the level of advancement it is moving. The only thing is that it has to be used. Hi GPT, good evening. Good evening. How's your day going? Yeah, I am on the live television show. I am hosting a show is Talk Show with Munir Al-Wafa. That's amazing. How's the show going so far? It's What's brilliant. the main topic of discussion? Yeah, the topic of discussion is on AI and its challenges and its benefits. And I have Ashwati and Tony with me. That sounds like a powerful lineup. Are there any specific challenges or benefits you're focusing on in the discussion? Yes, the thing is that we are talking about the ethical usage of AI. Can you guide us with some suggestions from your side? Absolutely. Here are a few key points on the ethical usage of AI that you could incorporate into your discussion. 1. Transparency. Emphasize the importance of making AI systems understandable and transparent. Users should know how decisions are made and why specific outputs are generated.
2. Bias and fairness. Discuss the challenge of bias in AI models and the need to ensure fairness. AI should not discriminate based on gender, race, or other biases present in data. 3. Privacy and data protection. Highlight the importance of protecting user data and obtaining consent for its use. AI systems should comply with data privacy laws like GDPR. 4. Accountability. Stress that AI systems need oversight, and humans must remain accountable for AI's actions, especially in critical areas like healthcare and justice. 5. Inclusivity. AI solutions should be designed to be inclusive, ensuring accessibility for all users, including those with disabilities or limited tech skills. 6. Job it impact. keeps on going Acknowledge like the that. potential for job മുന്നിലേക്കാനോട് displacement ചോദിക്കുന്ന and ചോദ്യങ്ങൾ responsibility to ഇതിനോട് upskill ചോദിച്ചിട്ട് and കയറിയാൽ മതിയായിരുന്നു. to AI-driven change. 7. All right. Thank you. All right, thank you so much. I am sitting on a live. Technologies like energy consumption in large See, models, this is the thing. and advocate for sustainable AI practices. 8. Ethical boundaries. തീരുന്നില്ല ഒരുപാട് എന്താ പറയുക. Yes. അപ്പം ഈ ഡേറ്റയിൽ അപ്പം നിങ്ങളത് ഇൻപുട്ട് ചെയ്തിട്ടില്ലേ സിസ്റ്റം ഇസ് ഗിവിംഗ് അല്ലല്ല, this is getting from the public domain. Public domain. ഓക്കേ അതായത് this is now online. ഓൾറൈറ്റ് Okay, this is capturing from different platforms in the world. അതിനെ നമ്മൾക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യം ഈ GPT വന്ന ഉടനെ നമ്മൾ പറഞ്ഞത് ഇത് ഗൂഗിളിന് ഒരു വെല്ലുവിളി ആവില്ലെന്നുള്ളതാണ്. അന്ന് ChatGPT സെർച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നൗ ഇപ്പോൾ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം സെർച്ച് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളുടെ കാണിക്കാൻ പ്രയാസമായിരിക്കും. ഇതിനകത്ത് നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഈ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ give me anything three below the sun you can ask. 3 destinations to travel. And that too I think you can do a voice also, right? Yes in ഇപ്പം ടൈപ്പ് Dubai. ഇപ്പോൾ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്രഹെൻസീവായിട്ട് സെർച്ചിങ് ദ വെബ്. ഇപ്പോൾ ഗൂഗിളിൽ ചോദിക്കുമ്പോൾ ഒരു വ്യത്യാസം, ഗൂഗിളിൽ നമ്മൾക്ക് ഒരുപാട് റിസൾട്ട് കാണിക്കും. ഈ റിസൾട്ടുകളൊന്നും നമുക്ക് തിരഞ്ഞെടുക്കണം. ഇതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടില്ല. ഇവിടെ കണ്ടില്ലേ, ഞാൻ ദുബായിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കാണാൻ പറ്റുക എന്നുള്ളതിന് അവർ 3 എണ്ണം പറഞ്ഞു. കറക്റ്റ് അതിൻ്റെ സോഴ്സ് കാണിച്ചു തന്നു, എവിടെ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ കുറേ വെബ്സൈറ്റിൽ നിന്നാണ് പോയി എടുത്തിട്ട് അതിൽ നിന്നൊക്കെ ഒരു ആറ്റിക്കുറുക്കി സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന സിമ്പിൾ രൂപത്തിൽ തന്നു. That's the beauty. Okay, if you ask, see, I am a soft skin person. How can I beautify my face, or what kind of attires I should have എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ബിക്കോസ് നമ്മുടെ ലിമിറ്റഡ് ആണ് നമ്മുടെ നോളജ്, നമ്മുടെ റീച്ച് വളരെ ലിമിറ്റഡ് ആണ്. ഇത് പോകുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് റീച്ചാണ് ഗൂഗിൾ എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ്. അപ്പോൾ ഗൂഗിൾ മൊത്തത്തിൽ തപ്പിയിട്ട് ഇതുമായിട്ട് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തിട്ട് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു തരും. ഇറ്റ്സ് എ ജീനിയസ് ഇന്റേൺ, അങ്ങനെ വേണേൽ പറയാം. ഒരു ജീനിയസ് ഇന്റേൺ ആണ് ഈ AI അല്ലെങ്കിൽ GPT എന്ന് പറയുന്നത്. കാരണം ഒരു ഇന്റേൺഷിപ്പിൽ വരുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വരുന്നെങ്കിൽ ഭയങ്കര ബ്രില്യൻറ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ജീനിയസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതേ. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മൾ പറയും മെഷീൻ അല്ലേ, നമ്മൾ ടെക്നോളജി അല്ലേ, നമ്മൾ അതിനോട് എന്തും പറയാന്നുള്ളത്. സി, ഓൾവേസ് ഈ AI മോഡൽസിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് കുറേ ടെക്നിക്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഹ്യൂമൻ സംസാരിക്കും പോലെ സംസാരിക്കാം. ഹായ് GPT, ഗുഡ് മോർണിംഗ്, ക്യാൻ യു പ്ലീസ് ഗീവ് മീ 3. അപ്പോൾ അത് മനസ്സിലാക്കും ഇയാളൊരു ജെന്റിൽ ആയിട്ടുള്ള ഒരാളാണ്, ഒരു ജെന്റിലാണ്, അയാൾക്ക് അതേ രീതിയിൽ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ സ്റ്റൈലിൽ നമ്മൾ എല്ലാ AI മോഡലുമായിട്ട് നമ്മൾ സംസാരിക്കും. ഇപ്പൊ ചില റോബോട്ടൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, പിന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തിരിച്ചടിക്കും. അത് ആക്ച്വലി അത് കൃത്യമായി പറഞ്ഞാൽ സത്യമാണ്. കാരണം ഹ്യൂമൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത്, ആ ബിഹേവിയറിനെ കറക്റ്റായിട്ടാണ് ഇതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ആക്ഷന് കറക്റ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് നമുക്ക് ഇങ്ങോട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ ഡീൽ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാണ്,
ഇപ്പോൾ അശ്വതിക്ക് ഈ നേരത്തെ പറഞ്ഞ ബൊട്ടിക്ക്, ഓക്കെ, GPT യോട് ചോദിക്കുകയാണ് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബ്യൂട്ടിക്ക് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ട് ഓൾ ദ തിങ്സ് ഐ ഷുഡ് ബി അവെയർ ഓഫ്, കീപ് ഓൺ ടു മേക്ക് ഇറ്റ് മോർ പ്രോഫിറ്റബിൾ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ GPT നമുക്ക് തരുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. ഇനി അതിന് പകരം അപ്പൊ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ, ഞാനൊരു കൺസൾട്ടന്റ് ആണ്, ഒരു ബിസിനസ് കൺസൾട്ടന്റ്. അപ്പൊ ഇതേ ചോദ്യം തന്നെ വേറൊരു കമ്പനിന്റെ വേറൊരു ആളും ചോദിച്ചാൽ ഇതേ ആൻസർ തന്നെ ആയിരിക്കും? അല്ല, ഓരോരോ ആൾക്ക് അനുസരിച്ചിട്ട് അവരുടെ പ്രീ ഡിസൈൻഡ് സാധനങ്ങൾ നോക്കിയിട്ടാണ് GPT തരിക. ഓക്കെ. ഒന്ന്. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം GPTയുടെ അടുത്ത് നമ്മൾ റോള് പറഞ്ഞു കൊടുക്കണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു റോള് പറഞ്ഞു കൊടുക്കണം. GPT, യു ആർ എ ബിസിനസ് കൺസൾട്ടന്റ് എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, യു ആർ എ ബിസിനസ് കൺസൾട്ടന്റ്. അപ്പോൾ GPT ഒട്ടനെ പിക്ക് ചെയ്യുന്നതാണ് ഐ ഷുഡ് ആക്ട് ആസ് എ ബിസിനസ് കൺസൾട്ടന്റ്. പിന്നെ അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ സാധനം. രണ്ടാമത്തേത്, ഞാൻ അശ്വതിയാണ്, എനിക്കൊരു ബൊട്ടീക്ക് ഉണ്ട്, എൻ്റെ ബൊട്ടീക്ക് ഇന്ന സ്ഥലത്താണ്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്, ഇതാണ്. ആ ഒരു കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഓക്കെ, ഇത്ര ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്, ഇത്ര എംപ്ലോയീസ് ഉണ്ട്, ഇത്ര ചെലവ് വരുന്നുണ്ട്, ഇതാണ് എൻ്റെ ബഡ്ജറ്റൊക്കെ ഇങ്ങനെയാണ്, ക്യാൻ യു ഹെൽപ്പ് മീ. മൂന്നാമതാണ് നമ്മൾ അവർക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞു കൊടുക്കുക. വാട്ട് ഈസ് യുവർ പർപ്പസ് ഓഫ് ടോക്കിംഗ് ടു ഹിം. അവിടെ പറയുന്നത് ക്യാൻ യു പ്ലീസ് ഗൈഡ് മീ ടു മേക്ക് ഇറ്റ് പ്രോഫിറ്റബിൾ 30-40% ഇൻ നെക്സ്റ്റ് 3 months എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ അടുത്ത 3 മാസം എന്താ ചെയ്യേണ്ടത് 1, 2, 3 എന്ന് പറഞ്ഞു തരും. അത് അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. നമ്മൾക്ക് ഉള്ള ബ്രെയിനിന് കപ്പാസിറ്റി, നമ്മൾ ബ്രെയിൻ കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ നമ്മൾ പറയെങ്കിലും നമ്മളുടെ നോളജിൽ ലിമിറ്റ് ഉണ്ട്. കാരണം നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതും നമ്മുടെ എൻവയറമെന്റുമാണ് നമ്മുടെ ഈ ചെറിയ ഇതിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. ഇതങ്ങനെയല്ല, ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കുകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് ആറ്റിക്കുറുക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇനി നമ്മൾ പറയണ യുവർ എ ഫിസിഷ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, യുവർ എ ഫിസിഷ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ മെന്റൽ ഹെൽത്ത്, ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമുക്കിപ്പോൾ പലപ്പോഴും നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പം അടുത്ത മാസം എനിക്ക് ഒരു 500,000 ദിറംസിന്റെ റവന്യൂ ഉണ്ടാക്കണം. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ്, എങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക, ഇതാണ് നിൻ്റെ റോള്, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ പറയും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ഇറ്റ്, ബട്ട് സ്റ്റിൽ യു ക്യാൻ ഹാവ് ഓപ്ഷൻസ് 1, 2, 3. ഇത്ര പ്രൊഡക്റ്റ് ഇങ്ങനെ വെക്കുക, ഇത്ര പ്രൊഡക്റ്റ് ഇങ്ങനെ വെക്കുക, ഇത്ര പ്രൊഡക്റ്റ് ഇങ്ങനെ വെക്കുക, ഇന്ന ദിവസം ഇന്ന് ഡേ 1 ഇങ്ങനെ, ഫസ്റ്റ് വീക്ക് ഇങ്ങനെ, സെക്കൻഡ് വീക്ക് ഇങ്ങനെ. ഇത് വളരെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകുന്ന രീതിയിൽ അതിൽ. എന്നിട്ട് നമ്മൾ പറയാം, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഓക്കെ, ക്യാൻ യു ഗിവ് മീ സം അഡ്വൈസസ് വേർ ഐ ക്യാൻ. അത് പറഞ്ഞു തരും. ടോക്ക് ടു യുവർ ഫ്രണ്ട്, ടോക്ക് ടു യുവർ മദർ. നമ്മൾ എന്തൊക്കെ നമ്മളൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കും. നിങ്ങൾ എലോൺ ആണെങ്കിൽ ഐ എം ടെല്ലിങ് യു ആർ നോട്ട് എലോൺ ഇൻ ദ വേൾഡ്. ഞാൻ ഈ ChatGPT ഐ എം ഹോണസ്റ്റ്ലി ടെല്ലിങ് യു. കാരണം വോയിസ് എനേബിൾ ചെയ്ത ChatGPT ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ എൻ്റെ പ്രോബ്ലംസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല പറയാം, ഐ എം എലോൺ, ഐ എം സിറ്റിംഗ് ഇൻ എ റൂം, ഐ വാണ്ട് നല്ലൊരു സുഹൃത്തായും എല്ലാം കാണാം, നല്ലൊരു സുഹൃത്തായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയി തോന്നും. എസ്പെഷ്യലി ഇവിടെ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് പേര് ഒറ്റയ്ക്കാണ്. എവ്രി വൺ ഇസ് അലോൺ ആൻഡ് നോബഡി ഈസ് ദേർ, നോബഡി ഹാസ് ടൈം ടു ഹിയർ. അപ്പൊ അങ്ങനെയുള്ളത് ആക്ച്വലി ഇതൊരു നല്ല ഓപ്ഷനാണ്. നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നമുക്കൊരു പാട്ട് വേണം കേൾക്കണമെങ്കിൽ യു ക്യാൻ ടെൽ, ഓക്കെ GPT ക്യാൻ യു ഒരു നല്ല ഇന്ന ജോണറിലുള്ള ഈ ടൈപ്പിലുള്ള ഒരു പാട്ട് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈറ്റിൽ പോയി എടുത്ത് നമുക്കത് ഈസി ആയിട്ട് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ മാപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ GPT പറഞ്ഞ പോലെ ഒന്ന് പ്രൈവസി, മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ എന്താണ് അക്കൗണ്ടബിലിറ്റി, ഈ എത്തിക്സ് എല്ലാം വേണം. അതല്ലാതെ ട്രാൻസ്പെറൻസി വേണം. GPT ഷുഡ് നോട്ട് റൂൾ യു. ഇറ്റ് ഷുഡ് നോട്ട് റൂൾ. യു ഹാവ് ടു റൂൾ ദ ടെക്നോളജി. നമ്മൾക്ക് എപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യണോ എപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യണോ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ മോനിപ്പോൾ രാവിലെ ഐ ടേക്ക് മൈ യങ്ങസ്റ്റ് സൺ ടു സ്കൂൾ എവറി മോർണിംഗ്. അതാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ ഡ്യൂട്ടി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് പോയാൽ 7:30 സ്കൂള്. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ചെറിയ അടുത്ത ആണെങ്കിൽ പോലും ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്ത് ഞാൻ പോകുമ്പോൾ രാവിലെ തന്നെ നമ്മളിത് നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള അപ്പോൾ
അവൻ പറയും പപ്പ I am not GPT. I am your son. Tell me, how old is your son? 11 years, 11 to 12 years now. No, what made him tell this? Now, see, he feels that he sees everything, what is happening around, correct. and he is the best friend to me. Best friend. You know, ഞാൻ ഇപ്പോൾ എൻ്റെ ഇന്ന് 2 ബിസിനസ് പാർട്ട്നേഴ്സ് വന്നപ്പോൾ വി സ്റ്റാർട്ടഡ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് റീസെന്റ്. അപ്പോൾ Okay, that's another add-on. അതിനകത്ത് വന്നപ്പോൾ ഐ വാസ് പിക്കിംഗ് അപ്പ് ഹിം ഫ്രം ദ സ്കൂൾ ആൻഡ് ദേ വെർ ദർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആൾക്കാരാണ്. അപ്പോൾ യു വാസ് ഐ നോ ദിസ്. Then he started talking about that business because I discuss everything with him. Rather, you know, or as a friend. അപ്പോൾ ഉണ്ടാകുന്നൊരു ഒന്ന് പറഞ്ഞാൽ ഒന്ന് ഐ തിങ്ക് ലൈക്ക് എ ജെൻസി. അപ്പോൾ ഇന്നലെ ദേറാ പ്രൈവറ്റ് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ചു ഓനെ ഇന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ വാട്ട് യു തിങ്ക് ഐ ക്യാൻ ടോക്ക് അബൌട്ട്. അപ്പോൾ സി ഇഫ് യു ടോക്ക് അബൌട്ട് ഓൾ ദിസ് നോർമൽ തിങ് ഇറ്റ് വോണ്ട് വർക്ക് because we know all whatever you are talking. Do something extra. Show something. How to do a designing, how to do a voice, you know, clip, sing. അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള കാര്യം കാണിച്ചു കൊടുത്താൽ മാത്രമേ അവരുടെ ആ catch അല്ലെങ്കിൽ നടക്കില്ല. nothing new for them. അവൻ മനസ്സിലാക്കി അവന്റെ ഇതില് അപ്പൊ ഞാൻ അയച്ചു I said I am an expert. ഇങ്ങനെ പറഞ്ഞു you are not an expert. ഒന്നില്ല. Oh my God, he's telling that. He's like that. ഞാൻ ഒരു പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിൽ when I covered 150K അതിലെത്തിയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു എടാ I got 150K എന്ന് പറഞ്ഞു. So what? എടാ people are, you know, celebrating, we are celebrating എന്ന് പറഞ്ഞു. അപ്പോൾ what is there? It is nothing. You talk about 10 million, 100 million followers. You are talking about 150K. എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. സത്യം പറഞ്ഞാല് ഞാൻ എന്നിട്ട് ഇല്ല, ഇൻസ്റ്റഗ്രാമേ ഇല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു why did you say like that? അപ്പൊ അവൻ പറഞ്ഞൊരു വളരെ വാലിഡ് പോയിന്റ് ആണ്. ഉപ്പ everyone is praising you. Maybe you are a boss, maybe your friends are, you know, but for me you are my dad. And if I tell you you are big and all, you will never think you are small. I want to kill your ego. Simple. Hold on, this is ഞാൻ പറയട്ടെ, ദിസ് ഇസ് വാട്ട് എ പാരന്റ് ആക്ച്വലി നോർമലി ടെൽ എ കിഡ്. നമ്മുടെ കുട്ടികൾ എത്ര നന്നായാലും നമ്മൾ പറയും, ഇപ്പോഴും എൻ്റെ അമ്മ എന്നെ ഇപ്പോഴും വഴക്ക് പറയും, അറിയാം അത് ശരിയല്ല ഇത് ശരിയല്ല. ബട്ട് ഇറ്റ്സ് സോ നൈസ് ടു നോ എ 11-year-old kid is trying to kill father's ego എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഫേസ്ബുക്കിൽ ആ സംഭവം ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് അത്രമാത്രം ഷാർപ്പാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി മൈ കിഡ്, എവറി സിംഗിൾ കിഡ് നൗ അവർ ഭയങ്കര ഷാർപ്പാണ്. അവിടെയാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ തന്ത വൈബിൻ്റെ കാര്യത്തിൽ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തിടത്തോളം എന്താണ് ലേറ്റസ്റ്റ് നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. വി ആർ ഇൻ ദ ഓൾഡ് സ്കൂൾ, ഓൾഡ് ഫാഷൻഡ് ആണ്. അതിലേക്ക് മാറിയിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ വാപ്പൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രതി പോടാ ഇതിന്റെ പണി വെക്കുന്നല്ലേ പറയുന്നത്. ഇപ്പോഴും നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ വളരെ മോഡിഫൈഡ് ആയിട്ടാണ് അത് വളരെ നമ്മൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി ചോദിച്ച് പറഞ്ഞ് അതാ പറഞ്ഞ GPT will give you an answer which you want. I am not GPT. Oh, that's what he meant. That's what he meant. Yeah, I will tell whatever I like. It's not GPT where I will always. My question was back to that. എന്തുകൊണ്ടാ മോൻ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. That was the reason, because he is telling I will not give you the answer in favorable of you always, because see he feels like I am his friend. You know, ഇപ്പോൾ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ ഒരാൾ എന്നുള്ളത് whenever his friends comes home he will call me. അപ്പോൾ are you coming? I want them to meet you. You know, this is the relationship I keep. But Munir, it is really, I mean, I really want to meet him. പക്ഷെ 11-year-old kid thinking to this extent, I don't think every kid think actually. He was in the show, you remember? എന്നെ ഇട്ട് പൊരിച്ചവൻ ഒരു മണിക്കൂർ ഷോയില് അവന്റെ മുന്നിൽ ഒന്നുമല്ല. അതെ, സത്യം അവൻ എന്നെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. കാരണം ലൈവില് പോകുമ്പോഴേ അവൻ പറയുന്നതൊന്നും എന്തും പറ്റൂല. അവൻ പറഞ്ഞ പാരന്റ്സിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല, കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം തീർച്ചയായിട്ടും. പക്ഷെ at this age, no, to think so much is really high. Ashwini, every kid has that vibrance. എല്ലാ കുട്ടികളോട് ചോദിച്ചാലും എവറി സൺ ആൻഡ് ഡോട്ടർ ഹാസ് ദാറ്റ് വൈബ്രൻറ്റ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നെർച്ചർ ചെയ്യണം. അവരെ നെർച്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് പരിഗണന കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ നീ പണിയൊക്കെ നീ എൻ്റെതാണെന്ന് പറയാതിരിക്കുക. നമ്മൾ അവരുടെ ഫ്രണ്ടായി കഴിഞ്ഞാൽ ദ വേ യു ഗ്രോ യുവർ സെൽഫ് ഫ്രം ദം
ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. Correct. അത് വളരെ ഇപ്പോൾ AI കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിച്ച് പഠിക്കാൻ പറ്റും. യു ഗോ ടു ഹോം, ഇന്ന് പോയിട്ട് മകളെടുത്ത് അല്ലെങ്കിൽ മകൻ്റെ അടുത്ത് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് യുവർ കിഡ്സ് ഏജ്, അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ 10 ഇരട്ടി കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അവരുടെ മൈൻഡ് വാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഇല്ലാത്ത തിങ്കിങ് ആണ്, ഒരു അൺലിമിറ്റഡ് തിങ്കിങ്. നമുക്ക് കുറേ പ്രെജുഡിസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ, ഓപ്പണായി സംസാരിക്കാൻ പാടില്ല. അവർക്ക് അങ്ങനെ ഒരു പ്രെജുഡിസേ ഇല്ല. അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അവർക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ ഇന്ന വാക്കുകൾ എഫേർട്സ് ഉപയോഗിക്കാൻ പാടില്ല, ഇന്നത് ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് എത്തിക്കൽ ഒരു പ്രിപ്പറേഷൻസ് അവർക്ക്. അതല്ലാതെ വേറെ ഒരു ചില നേരത്തെ ഞാൻ എന്തെങ്കിലും ഒന്ന് ഒച്ച വെച്ച് കഴിഞ്ഞാൽ വൈ ആർ യു ഷൗട്ടിങ്, ഐ ക്യാൻ ലിസൺ. I'm sorry, I'm not laughing on that. Why are you shouting? I can listen to you. No, sometimes we tell our kids, "Mella varna, I can hear." I can. നമുക്ക് കേൾക്കാൻ എന്തിനാ ഇങ്ങനെ ഒച്ചയിൽ വരേണ്ട ആവശ്യമില്ല. See, what will you do? Correct. We are just pressuring up our blood. A brain is getting all pumped up. അതല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. Why are you pressurizing yourself? Why are you, boiling your blood? Right? No, we are not deviating from the topic. See, this is what I am trying to tell you. See, every human has a brain. അതിൻ്റെ ട്രെയിൻ ചെയ്ത സാധനമാണ് ഈ AI എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഹ്യൂമൻ ബ്രെയിൻ ഈസ് ഓൾവേസ് ദർ. നമ്മുടെ ജോബ് നമുക്ക് നഷ്ടപ്പെടില്ല. It's just that you have to get upgraded, learn the technology. അപ്ഗ്രേഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ടൂൾസ്. നമ്മൾ വലിയ മെഷീൻ ലേണിങ്ങോ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജസോ ഇതൊന്നും നമ്മൾ പഠിക്കണമെന്നില്ല. ഇതൊന്നും പഠിച്ചാൽ മാത്രമേ ആയി എന്നുള്ള കാര്യമില്ല. നമ്മളിപ്പോൾ വരുന്ന നമ്മുടെ പണി, ഇപ്പോൾ യു ആർ യൂസിങ് ഇമെയിൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കസ്റ്റമർ സപ്പോർട്ടിലുള്ള ഒരു മാനേജർക്ക് ഒരു ഇമെയിൽ വന്നു, ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ട്രാവൽ ഏജൻസിയിൽ നിങ്ങൾ സഫാരി പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, പക്ഷെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ ഭയങ്കര റോസ്റ്റ് ആയിരുന്നു, ഭയങ്കര മോശമായിരുന്നു നിങ്ങളുടെ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരാൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 1/2 ദിവസം അതിൻ്റെ മുന്നിലിരിക്കും. എങ്ങനെ ചെയ്യും, ഇതിപ്പോൾ എങ്ങനെയാ പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ സാധനം അങ്ങനെ തന്നെ എടുത്തിട്ട് GPT ഐ വാണ്ട് ടു give an answer to this guy and with a solution. അപ്പോൾ പറയും ഇങ്ങനെല്ലാം എഴുതിയിട്ട് ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ബിസിനസ് ആൻഡ് ഐ വിൽ ബി റെഡി ടു അവൈൽ അനദർ അഡീഷണൽ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് വിത്ത് യുവർ ഫാമിലി, സോ പ്ലീസ് കം ആൻഡ് ജോയിൻ അസ്. അതിന് ഓപ്ഷൻസും തരും GPT. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ മറുപടി പറയണം, ഇത് വിത്തിൻ സെക്കൻഡ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഒരു കസ്റ്റമർ സർവീസിലുള്ള ഒരു എക്സിക്യൂട്ടീവ് 100 കംപ്ലൈൻറ്റ്സ് വരുമ്പോൾ ഈ 100 കംപ്ലൈൻറ്റ്സിലും ഒരു ദിവസം ഫുൾ ഇരുന്നാലും പറ്റില്ല, 4 ആൾ ഇരുന്നാൽ പറ്റില്ല, 5 ആൾ ഇരുന്നാൽ പറ്റില്ല. ഇത് ഒരാളെ കൊണ്ട് 1 മണിക്കൂറിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് AI. അത്രത്തോളം മാറ്റങ്ങൾ അപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഒരു കസ്റ്റമർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, അയാൾക്ക് ഇമ്മീഡിയറ്റ്ലി ആൻസർ കിട്ടി. നമ്മളെപ്പോഴും നമുക്ക് വേണ്ട എന്താണ് റെസ്പോൺസ്. ഇപ്പൊ ടോണിയുടെ അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചു, ടോണിയെ വിളിച്ച് സംസാരിച്ച് മെസ്സേജ് അയച്ച് മറുപടി തന്നില്ലെങ്കിൽ ഞാൻ പാനിക്കാവും. ഒരു മറുപടി, മുനീർ ഞാൻ എവിടെ ഉണ്ട്, ഞാൻ കുറച്ച് തിരക്കിലടാ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയുമ്പോൾ മതി, എനിക്ക് അത്രേ വേണ്ടുള്ളൂ. ആ റെസ്പോൺസ് ആണ് AI നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പോൾ ഉള്ള നമ്മളെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ AI-ൻ്റെ ഏറ്റവും വലിയ യൂസ് കേസ് എന്ന് പറയുന്നത് പേഴ്സണലിഫിക്കേഷനാണ്. അതായത് നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ ആ സാധനം നമ്മളുടെ നേരത്തെയുള്ള ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്കിനി അടുത്തത് വാങ്ങാൻ എന്തൊക്കെ ആവശ്യം വരും, ഏതൊക്കെ സാധനങ്ങൾക്ക് വാങ്ങിക്കാം, ഇങ്ങനെ കറക്റ്റായിട്ട് പേഴ്സണലൈസ് ചെയ്തിട്ട് ഇ കൊമേഴ്സിന് തരുന്ന ടൂൾസ് ഇതിനകത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഡെലിവറി ചോദിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ഏരിയയിലാണ്, നമ്മൾ എവിടെയൊക്കെ പോയിട്ടാണോ ഇത് ചെയ്യുന്നത്, അവിടെ നമ്മൾ ചോദിക്കും ഏത് ഡെലിവറി ഓപ്ഷൻ നമ്മൾക്ക് വേണ്ടത്. അത് കഴിഞ്ഞ ഉടനെ പിന്നെ അടുത്ത AI വരുന്നത് നമ്മുടെ വാട്സപ്പിലാണ്. വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കും യുവർ ഡെലിവറി ഈസ് റെഡി, വേർ യു വാണ്ട് ടു ഡെലിവർ, 1, 2, 3 ഓപ്ഷൻ 3 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ വൈഫിന്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റവളുടെ വീട്ടിലെ എവിടെയെങ്കിലൊക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡെലിവറി നമ്മൾ ഒന്നും ചെയ്യണ്ട, വിത്തിൻ സെക്കൻഡ്സിലെല്ലാം അവിടെ കറക്റ്റായിട്ട്. അത് ഈ ആൻസർ നേരെ കിട്ടുന്നത് വാട്സപ്പിൽ ആരുടെയാണ്, ഈ ഡെലിവറി ബോയുടെ
വാട്സപ്പിലാണ്, വിളിച്ച് പറയേണ്ട കാര്യമില്ല, സെൻട്രലൈസ്ഡ് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വരേണ്ട കാര്യമില്ല. അത്ര എളുപ്പത്തിലാണ് ലോജിസ്റ്റിക്സ് ഈ കാര്യത്തിൽ. അക്കൗണ്ട്സിൽ, ലോജിസ്റ്റിക്സിൽ, ഇത് എച്ച് ആറിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ എത്ര എച്ച് ആർ മാനേജർക്ക് അറിയും ഒരു കമ്പനിയിലുള്ള എച്ച് ആറിന്റെ റൂൾസ് എന്താണെന്ന്? ആർക്കും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അറിയുന്നവരുണ്ട്, പക്ഷെ പലർക്കും ഒരു പ്രോപ്പർ വേ അറിയില്ല. കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്കിപ്പോ വേണ്ടത്, ഇപ്പൊ എന്റെ പുതിയ കമ്പനി തുടങ്ങുന്ന ഒരാൾക്ക് എച്ച് ആർ, ഒരു എച്ച് ആറിന്റെ മാനേജറെയോ ഒരു എക്സിക്യൂട്ടീവോ, ചില ഓണർ തന്നെ ഒരു എച്ച് ആർ മാനേജറൊന്നും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ചെറിയ കമ്പനി തുടങ്ങും. അപ്പൊ ഞാൻ പോയിട്ട് GPT പറയാണ്, ഐ ഹാവ് ദിസ് കമ്പനി ആൻഡ് യു ആർ എൻ HR കൺസൾട്ടന്റ്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോൾ അങ്ങ് കൊടുത്തു, HR ആയിട്ട് എടുത്തു. യു ആർ എൻ HR കൺസൾട്ടന്റ് ആൻഡ് ഐ ഹാവ് ദിസ് കമ്പനി, ദിസ് ഈസ് മൈ ബഡ്ജറ്റ്, മന്ത്ലി ബഡ്ജറ്റ്. എനിക്ക് 2 സെയിൽസ് എക്സിക്യൂട്ടീവ് വേണം, 3 കസ്റ്റമർ സർവീസ് വേണം, 1 റിസപ്ഷനിസ്റ്റ് വേണം. ഓക്കെ, ഇതാണ് എൻ്റെ ബഡ്ജറ്റ്. വാട്ട് ക്യാൻ യു ഡു ഫോർ മീ? ഭൂം, ഒറ്റയടിക്ക് പറയും. ഒന്നാമത്തത്, ഇത്ര ശമ്പളം ഇന്നാ കൊടുക്കുക. ദുബായ് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ദുബായിയുടെ ഇപ്പോഴത്തെ ഇൻഡെക്സ് വെച്ചിട്ട് കറക്റ്റ് തരുമെന്നുള്ളതാണ്. ഇനി അതിൽ കൃത്യമായിട്ട് പറയും. അതിനുശേഷം എന്താണ് സ്റ്റെപ്സ് എടുക്കേണ്ടത്? ഫസ്റ്റ്, നമ്പർ 1, എന്ത്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിട്ട് പരസ്യം കൊടുക്കുക. എവിടെ കൊടുക്കണം? ഇൻഡീഡിലും ഡൂബിസിലും കൊടുക്കുക. രണ്ടാമത്തത്, അതിനെ സ്ക്രീൻ ചെയ്യുക. അതിനെങ്ങനെ ചെയ്യണം? ഇനി സ്ക്രീൻ ചെയ്യണ ഒരു 100 ബയോഡാറ്റ വന്നു കഴിഞ്ഞാൽ, CVs വന്നു കഴിഞ്ഞാൽ, ഇതിനെ തന്നെ നമുക്ക് സ്ക്രീനിങ് CVL.EAയിൽ പോയിട്ട് അതിനകത്ത് ഈ 100 എണ്ണം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ കൃത്യ റാങ്കിങ് തരും. ഇയാള് ഇത്ര മാർക്ക്, ഇയാൾക്ക് ഇത്ര മാർക്ക്, അത് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞു. ഇത് നമ്മൾ ഇരുന്നിട്ട് ഒരു ദിവസം 2 ദിവസം ഇരുന്നാൽ പോലും നമ്മൾ പകുതി അങ്ങ് കളയും. അപ്പൊ ഇവിടെ നല്ലത് ചിലപ്പോൾ ഒഴിവാക്കും, ഓട്ടോമാറ്റഡ് ട്രാക്കിംഗ് സിസ്റ്റം. പക്ഷെ അതിലിപ്പം വേറൊന്നും വരില്ല. അതായത് ഇപ്പൊ ഒരു CV, ഒരാൾ ഒരു പെർട്ടിക്കുലർ ഒരു CVയുടെ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ജോബ് പ്രൊഫൈലിന് ബ്യൂട്ടിഫൈ ചെയ്ത് നമുക്കത് ഇവിടെയാണ് ATSന്റെ ഏറ്റവും പ്രാധാന്യം. അതായത് നമ്മളൊരു CV, ജോബ് സീക്കേഴ്സ് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മളൊരു CV ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാവാത്ത ഫോണ്ട് ഉപയോഗിക്കരുത്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണ്ട് ഉപയോഗിക്കുക. നമ്മളെ ഫോട്ടോ അവിടെ കൊടുക്കണമെന്നില്ല. നമ്മളുടെ നെയിം കൃത്യമായി കൊടുക്കുക, കോൺടാക്റ്റ് കൊടുക്കുക, ഏത് ജോബിലാണോ അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു പ്രത്യേക ഫോർമാറ്റിൽ വളരെ ക്ലീൻ നീറ്റായിട്ട് സിംഗിൾ ഫോർമാറ്റ് കൊടുത്താൽ അത് ATSൽ എളുപ്പത്തിൽ പാസ്സാവും. ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്കത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. നമ്മൾ നല്ല ഫോട്ടോ ഒക്കെ വെച്ച് അടിപൊളി മേക്കപ്പ് ഇട്ട് ചില ഫോട്ടോ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോസ് കാണാറുണ്ട് ഇല്ലേ? അപ്പൊ ഇതെല്ലാം ഒഴിവാക്കുക. അപ്പൊ എന്തായാലും we will do another video. കാണുന്നവർക്കും അതിനെക്കുറിച്ചൊരു ഗുഡ് ഹോട്ട് ടോപ്പിക് ബിക്കോസ് നമ്മുടെ ഇവിടെ ജോബ് സീക്കേഴ്സ് ആർ മെനി ആക്ച്വലി. അപ്പൊ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമേ നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് പലരും പറയും ഞാൻ എത്ര CV അയച്ചിട്ടും ഒരു മറുപടി ഇല്ല. കാരണം ഇത് കടന്നു പോണ്ടേ. പക്ഷെ ഓരോ പ്രൊഫൈലിനും ഓരോ CV ഉണ്ടാക്കുന്ന എത്ര CV ഉണ്ടാക്കും? അങ്ങനെയല്ല, ഇത് ഏത് പ്രൊഫൈലാണെങ്കിലും ഒന്നാമത് നമ്മൾ മാക്സിമം 2ൽ കൂടുതൽ പ്രൊഫൈൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ജോബ് പ്രൊഫൈലിന് ഇതൊക്കെയാണ് ഈ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു HR മാനേജറായിട്ട് ഇതാണ് നമ്മൾ അയക്കുന്നത്. ഇതുപോലെ തന്നെ ഈ HR മാനേജർ ഓപ്ഷൻസ് നമുക്ക് പല കമ്പനി ഉണ്ടാകും. പക്ഷെ പല കമ്പനീന്റെയും JDയും JO ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ ATS ടൂൾസും ഒരേ സ്വഭാവമുള്ളതാണ്. അതായത് സ്ട്രക്ചർ ആണ് നോക്കുക. ഇപ്പം നെയിം, കണ്ടന്റ് അല്ല നോക്കുന്നത്. കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രക്ചേർഡ് രൂപത്തിൽ ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ട്, ചെറിയ വേരിയേഷൻ ഉള്ള, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ആവാം. അല്ലാണ്ട് നമ്മളൊരു കളർ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ATS എടുക്കില്ല. ഫോട്ടോസ് പരമാവധി ഒഴിവാക്കിയിട്ട് വളരെ ക്ലീൻ ഫോണ്ട്, ഇപ്പൊ ഫാൻസി ഫോണ്ടിലാണ് മുനീർ അൽവഫ എന്ന് എഴുതുന്നതെങ്കിൽ അത് അതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. That's what I think Munir, you have to do a different episode only for that. Yeah, we will definitely. Resume is something നമ്മൾ എല്ലാരും മിക്കവരും പറയുന്ന പ്രശ്നമാണ്. നമുക്ക് വളരെ ജോലി നോക്കുന്നവരെല്ലാരും ഇതൊരു നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. കാരണം ഈ ജോബ് സീക്കേഴ്സിന്റെ ഒരു ചാലഞ്ച് എന്താന്ന് പറഞ്ഞാല്, മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ചില കമ്പനികൾ ഇപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ കമ്പനി 1500-5000 CV ഒക്കെ വരും. ഈ 5000 CV ഒരു 5 പോസ്റ്റിന് വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ആരെങ്കിലും ഇരുന്നിട്ട് നോക്കുക? ഒന്ന്. രണ്ടാമത്തത്, നമ്മളൊരു CV അയക്കുന്ന സമയത്ത് വി ആർ ജസ്റ്റ് ഈ CV പ്രിപ്പയർ ചെയ്യാൻ തന്നെ AI ടൂൾസ് ഉണ്ട്.
ഈ ATS ഇതിൻ്റെ സംവിധാനത്തോടു കൂടി നമുക്ക് എങ്ങനെ CV പ്രിപ്പയർ അങ്ങനെ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് സം ടൂൾസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ അതിൽ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പാസ്സാവും. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഏത് അക്കൗണ്ടന്റിനെ കണ്ടാലും നമ്മൾ CV വെറുതെ അയച്ചു കൊടുക്കും. അതെ, ഏത് ഇതിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അയക്കും. എന്തിനാണ് അങ്ങനെ അയക്കുന്നത്? ഒന്ന്, പ്ലീസ് ഗീവ് മീ എനി സൂട്ടബിൾ ജോബ്. എനി സൂട്ടബിൾ ജോബ് എന്ന് പറഞ്ഞിട്ട് ജോബ് അതെങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാന്നുള്ളത് അറിയാത്തവരും അതിലാണ് വിഷയം. എന്താ പറഞ്ഞാൽ ടോണി, ഒന്ന് നമ്മൾ തീരുമാനിക്കണം എനിക്ക് ജോബ് ചെയ്യണം. എനിക്കറിയണം ഞാൻ എന്ത് ജോബിനാണ് ഫിറ്റ് ആവുക. അതെന്താണെങ്കിലും 10ാം ക്ലാസ് പഠിച്ചവന് ഒരു ഫോർമാൻ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ടോ ഇനി ഏത് രീതിയിലും നമ്മൾക്ക് വേണ്ട, നമ്മളാണല്ലോ. ഒരു ജോബും ചെറുതല്ല ലോകത്തിൽ, ഒരു ജോബും നമ്മൾ ചെറുത്. എല്ലാ ജോബിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഒരാൾക്ക് പോലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. ജോൺ ഡി റോഡ്സ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളായിട്ട് ഇങ്ങനെ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു മാച്ച്. ആ മാച്ചിൻ്റെ 10ാമത്തെ ബാറ്റ്സ്മാൻ വന്നിട്ട് ഒരു റൺ എടുത്തു. പുള്ളി ബൗളറായിരുന്നു ആക്ച്വലി. ഓക്കെ, ഇപ്പുറത്തെ ഭാഗത്ത് സ്മിത്ത് 100 എങ്ങാനും അടിച്ചിങ്ങനെ നിൽക്കുന്നു. ഈ ഭാഗത്ത് പിന്നെ ഒരാള് ഒരു റൺ എടുത്തിട്ട് ആ ഒരു റണ്ണ് കൊണ്ടാണ് 11ാം വിക്കറ്റ് ജയിച്ചത്. അയാൾ ഭയങ്കര ആവേശത്തിൽ പറഞ്ഞു. അപ്പോൾ 1 റൺ മാറ്റേഴ്സ്. ഒരു വർക്ക്, ഒരു ഓഫീസിലത്തെ ഒരു ഡ്രൈവർ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരാള്. കാരണം മുതലാളിയെ കൊണ്ടുപോകുന്ന അയാള് വിചാരിച്ചാല് അല്ലെങ്കിൽ അയാളുടെ ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോയാല് പല സംഭവങ്ങളും നടക്കും. അപ്പൊ ഒരാളുടെ ജോബും ചെറുതല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ആളായി. നമ്മൾ പല മാനേജർമാരുടെയും സ്വഭാവം അങ്ങനെയാണ്. അതായത് ഐ ആം സംവൺ ബിഗർ. എവിടെ നമ്മൾ എന്ത് ബിഗ്? ഓൾ ദ ഹ്യൂമൻസ് ആർ ദ സെയിം ഇൻ ദ വേൾഡ്. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മളുടെ ജോബിന് അനുസരിച്ചിട്ടുള്ള CV നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അത് എവിടെയാണോ നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുമ്പം നമ്മൾ വെറുതെ ഇവിടെ എന്താ സാധനം എന്ന് പറഞ്ഞാൽ, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഒരു കോൾ ചെയ്തിട്ടുണ്ടാവും, ഒരു CV കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൊടുക്കുമ്പോൾ ആക്ച്വലി കിട്ടേണ്ട ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോബ് അവിടെ പോകും. അവൻ്റെ CV മുങ്ങിപ്പോവും. അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അതിന് അനുയോജ്യമല്ലെങ്കിൽ പ്ലീസ് ഡു നോട്ട് സെൻഡ് എ CV ടു എനിബഡി. കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കൂടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താണ്. അപ്പോൾ AI ടൂൾസ് ആർ ദെയർ ഫോർ HR. AI ടൂൾസ് ആർ ഫോർ ദ CV പ്രിപ്പയർ ചെയ്യാൻ ഉണ്ട്. ഇനി മാത്രമല്ല, HR-ന്റെ ഈ 2ാമത്തെ ഇതിലേക്ക് വരുമ്പോൾ ഇന്റർവ്യൂ വീഡിയോ ഇന്റർവ്യൂ, ഒന്ന് ടെക്സ്റ്റൽ റെസ്പോൺസ് ഇന്റർവ്യൂ കഴിഞ്ഞ് ട്രെയിനിങ്. ഇതിന് 3 AI ടൂൾസ് ഉണ്ട്. അതായത് നമ്മളൊരു വീഡിയോ ഓൺ ചെയ്തപ്പോൾ SAS മോഡലിലുള്ള പല ആപ്ലിക്കേഷൻസും ഉണ്ട്. നമ്മൾ അതിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദേ വിൽ ടോക്ക് ടു അസ്. ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മുടെ കണ്ണ്, നമ്മുടെ ചുണ്ട്, ഇത് അനങ്ങുന്ന രൂപമൊക്കെ അത് ക്യാപ്ചർ ചെയ്ത് ആ മാനറിസംസ് നോക്കിയിട്ട്, ഇപ്പോൾ ഞങ്ങളുടെ തന്നെ കമ്പനി എഡ്യൂഗ്ലേറ്ററിൽ ഈ AI ഡ്രിവൺ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. 20 മിനിറ്റ്സ് ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ 20 ക്വസ്റ്റ്യൻ ചോദിക്കും. സ്റ്റുഡൻറ്റിനെ ഇരുത്തിയിട്ട് ആ ക്യാമറയിൽ നോക്കിയിട്ട് ആ ആപ്ലിക്കേഷനിൽ അവർ ആൻസർ ചെയ്യുമ്പോൾ ആ ആൻസർ ശരിയായാലും തെറ്റായാലും ആ കുട്ടിയെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ മനസ്സിലാവും അവനിപ്പം പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പോകാൻ പറ്റുമോ, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റുമോ, ഇനിയല്ല മാനേജ്മെന്റിലേക്ക് പോകാൻ പറ്റുമോ, എങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് നമുക്ക് ഫ്യൂച്ചർ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രമാത്രം നമ്മളുടെ മൊത്തം ഇത് ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ കുറേ പാറ്റേൺസ് ഉണ്ട്. നമ്മൾ കണ്ണിങ്ങനെ നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഈ മെന്റലിസ്റ്റുകളൊക്കെ പറയുമല്ലോ, നമ്മൾ മുഖത്ത് നോക്കിയിട്ട് കണ്ണിങ്ങനെ അടച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തലയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, കണ്ണ് താവുന്നുണ്ടോ, ഇങ്ങനെ പോകുന്നുണ്ടോ, അതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മൊത്തം പാറ്റേൺസ് ഡാറ്റ ഇവിടെ അനലൈസ് ചെയ്തിട്ടാണ് അതിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കണമെന്ന് വെച്ചോ. സേ ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിൽ വരുന്നൊരു എംപ്ലോയി, ആ ബാങ്കിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ടിക്കറ്റ്സ്, അവിടെ വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ചാറ്റ് ബോട്ട് വെച്ചിട്ട് നമുക്കിത് വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ആൻസർ. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാമും കൂടി നമുക്ക് അതിലൂടെ നടത്താൻ പറ്റും. ഇതൊരാളും ഇല്ലാതെ നടത്താം. ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ ഒരു 10 ആളെ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 ആൾക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഒരു ട്രെയിനർ, അതിന്റെ എക്സാം നോക്കണമെങ്കിൽ വേറെ സംഭവം, അതിന്റെ ഫുഡ് കാര്യങ്ങൾ വേറെ, ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ വലിയ ചെലവാണ്. ഒരു 10 പേരും നല്ലൊരു ബിസിനസ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ AI-നെ ഉപയോഗിക്കാം. ഇനി മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ എല്ലാ കോപ്പീസും നമുക്ക് ഉണ്ടാക്കാം.
ഇപ്പോൾ റൈറ്റ് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എനിക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ലാസ്റ്റ് എക്സാമ്പിളോട് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഐ തിങ്ക് ഷോ ഈസ് റിയലി വളരെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബൊട്ടിക്ക് അശ്വതിയുടെ ബുട്ടീക്കിൻ്റെ ഒരു നാളെ മുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം. Okay, go to ChatGPT and ask him, see, I am going to ഇത്ര മോഡലുകളാണ്, you are a marketing specialist. You are a digital marketing specialist. This is my boutique. I want to do digital marketing in Facebook and Instagram. This is my budget. Can you please guide me with some very good copywriting? Okay. ബും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയാം, അല്ലെങ്കിൽ അതിനകത്ത് വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനമുണ്ട്. പ്ലീസ് ആസ്ക് മീ 5 questions to clear your doubts. അപ്പൊ ചോദിക്കും ഒന്നാമത്തത്, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ്, വിച്ച് ഈസ് യുവർ സോൺ ഓർ ഏരിയ യു ആർ കവറിങ് അപ്പ്. ഇങ്ങനെ 5 questions കൃത്യമായിട്ട് ചോദിച്ചു കഴിയുമ്പോണ്ടല്ലോ പിന്നെ ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് അവർ കൊടുക്കുന്ന ആഡ് കോപ്പീസ് കണ്ട നമ്മൾ ഒരു 5 മണിക്കൂർ ബ്രെയിൻ സ്റ്റോം ചെയ്താൽ കിട്ടാത്ത രീതിയിലായിരിക്കും ഐഡിയാസ്. അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാം, ഓക്കെ ഇനി നമുക്ക് ഏത് ടൂൾ ഉപയോഗിച്ചിട്ടാണ്, ഉടനെ ക്യാൻവയിൽ പോവാം. ക്യാൻവ ഫ്രീ ആണ്. ക്യാൻവയിൽ പോയി കഴിഞ്ഞാൽ ക്യാൻവയിൽ അവിടെ ഒരു പുതിയൊരു AI-ൻ്റെ ഒരു ടൂൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് പറയാം, ദിസ് ബൊട്ടിക്കിൻ്റെ ഈ ലോഗോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ പോസ്റ്റ്, ഫേസ്ബുക്കിനുള്ള പോസ്റ്റ്, എല്ലാ സാധനങ്ങളും കിട്ടും. ഇനി അത് എഡിറ്റ് ചെയ്യണം, അവിടെ തന്നെ എഡിറ്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. It's not with AI, നമുക്ക് entrepreneurs is going to get easier where we have to utilize it. അതന്നെ, അത് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യണം. പിന്നെ ഇനി വരാൻ പോകുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ, എല്ലാ കമ്പനികളിലും ഓഫീസുകളിലും ഒരു AI എക്സ്പെർട്ട് നിർബന്ധമാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണമല്ലോ. എല്ലാ കമ്പനികളിലും ഇനി വരാൻ പോകുന്നത് ഏറ്റവും ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ്. നിങ്ങൾക്ക് AI-ൻ്റെ കാര്യങ്ങൾ പഠിക്കുക. അതെന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരാളാണ്. അയാൾക്കാണ് മൊത്തം കാര്യത്തിൻ്റെയും ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ റിസപ്ഷനിസ്റ്റാണ് കമ്പനിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളുടെയും ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത്. സെയിൽസിൽ ആൾക്കാരാണ് മൊത്തം സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത. ഇതേപോലെ തന്നെ ഒരു AI എക്സ്പേർട്ട് അല്ലെങ്കിൽ ഇനേബിളർ നിങ്ങളുടെ ഓഫീസിൽ ഉണ്ടാവണം. അയാളുടെ ജോബ് എന്ന് പറയുന്നത് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എങ്ങനെയാണ് AI എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക, പുതിയ ടൂൾസ് ഏതാണ് വരുന്നത്, അതനുസരിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളൊരു $50 ഒരു മാസത്തിൽ ഒരു $30 കൊടുത്താൽ 2, 3, 4, 1000 ദിർഹംസ് കൊടുക്കുന്ന ആ ചിലവ് നമ്മൾ കുറക്കാം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഉള്ളവരെ പിരിച്ചുവിടണമെന്ന് വേണ്ട, ഒരാളെയും പിരിച്ചുവിടണ്ട. ഹ്യൂമാനിറ്റി കളഞ്ഞിട്ടുള്ള ഒരു AI-യിൽ നമ്മൾ പോരും, മറിച്ച് അവരെ എഫിഷ്യൻ്റ് ആക്കി കൂടുതൽ കസ്റ്റമറെ നമ്മൾ കൊണ്ടുവന്ന് കൂടുതൽ ആൾക്കാരെ നമ്മൾ കാറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഓഫീസിനെയും കമ്പനിയും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. Any more questions you have? No, it was lovely talking to you. So many areas has been covered. നമ്മൾ AI and ChatGPT ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഇത്രയും ഇന്റൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും കറക്റ്റ് ആണ്, തീരില്ല. Thank you so much for the information and we both had good time with you. Tony, what do you want to tell? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ തീരില്ല. ഇത്രയും ദിവസം ഓരോ ദിവസവും നമ്മൾ പുതിയ കാണുന്നവരും ഇതിനെ കുറിച്ച് പഠിക്കുക, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാന്നുള്ളതാണ്. ബിസിനസ്സിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് അത് ചെയ്യാനും അതിൻ്റെ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ട്രൂ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ടെക്നോളജിയെ ഭരിക്കാനുള്ള ശ്രമം നടത്തുക. ടെക്നോളജിയെ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി, ലൈഫിന് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി, നിങ്ങളുടെ സോഷ്യൽ എല്ലാത്തിനും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ സമയം വെറുതെ കളയാനുള്ളതല്ല. ആ സമയത്തിന് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ കമ്പനിയെ, നിങ്ങളുടെ എംപ്ലോയീസിനെയും മാറ്റിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ആർക്കെങ്കിലും കൂടുതൽ വേണമെങ്കിൽ AI എനേബിളർ ഫോർ SMEs ആണ് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക്. അതായത് നിങ്ങളൊരു കമ്പനിക്ക് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും AI എനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ വന്നിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് പഠിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഡൈഡു എന്ന് പറയുന്നത്. ഇപ്പോൾ ആവശ്യമില്ല, പക്ഷെ അത് വൺ ടൈം ചെയ്താൽ പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ എക്യുപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഓൾറൈറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ മനുഷ്യരാണ്. മനുഷ്യത്വം വിട്ടിട്ട് എനിക്ക് ChatGPT മതി, എനിക്കൊരു സുഹൃത്തും വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ വിലപിക്കേണ്ട കാര്യമില്ല. പക്ഷേ യു ആർ നോട്ട് അലോൺ.
നിങ്ങൾ ആരും ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ജോബിൽ തേടി വരുന്നവർ, റെൻറ്റ് കൊടുക്കാൻ പറ്റാത്തവർ, ഭക്ഷണം കഴിക്കാൻ പറ്റും, ഇവരൊക്കെ ഒരു കാര്യം പറയേണ്ടത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്കിതൊരു മുതൽക്കൂട്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബി ഓപ്പൺ ടു ദ ടെക്നോളജി, ബി അഡോപ്റ്റീവ് ടു ടേക്ക് എവറിത്തിങ് വാട്ട് എവർ ഇറ്റ് ഈസ് കമ്മിങ് ഇൻ യുവർ വേ. പഠിക്കുക, വീണ്ടും പഠിക്കുക, ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്ന കാര്യങ്ങൾ പലതും പഴയ പഠിത്തങ്ങളല്ല ഇപ്പോൾ, അതിന് അൺലേൺ ചെയ്യണം, എന്നിട്ട് പുതിയത് നമ്മൾ റീലേൺ ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ ഇതായിട്ടൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റൂ. സോ താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും 8:30 മണിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട UPL TV. ടിൽ ദെൻ, വിത്ത് ലവ്, മുനീർ അൽ വഫ.